അങ്ങനെ കുറച്ച് ദിവസത്തെ എൻ്റെ വീട്ടിൽ സുഖവാസമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് 2 പെൺമയിലിനെ കണ്ടത് കേട്ടോ. എല്ലാവരും അതിൽ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കാൻ തുടങ്ങി. ഞാൻ മാത്രമല്ല, ദാനുവും വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ദാനു ഇന്നലെ വന്നതാണ്. അപ്പം അവനും വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ബസ്സും കാത്ത് കുറേ സമയം ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരുന്നു. പിള്ളേരാണെങ്കിൽ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. ദാനു എന്ത് ചെയ്യുന്നു അതൊക്കെ ഇച്ചു ഇങ്ങനെ അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇച്ചുവിനെ ഇങ്ങനെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയോ കോപ്രായങ്ങളാണ് വരിക. അങ്ങനെ ബസ്സൊക്കെ കയറി നേരെ തളിപ്പുറം പറ്റി. അവിടുന്ന് നേരെ പയ്യന്നൂർ ബസ്സിലേക്ക്. അപ്പോൾ അമ്മ പറഞ്ഞു നിങ്ങളെ പയ്യന്നൂർ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ബാഗ് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. കാര്യമായിട്ടൊന്നുമില്ലെങ്കിലും വെയിറ്റ് ഉണ്ട്, തുണിയുടെ ഒക്കെ വെയിറ്റായി. അപ്പം പിന്നെ ഇച്ചു ബസ് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ എടുത്ത് എനിക്ക് ബസ് ഇറങ്ങുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും ദാനും നേരെ എന്നെ കൊണ്ടാക്കാൻ വേണ്ടി പയ്യന്നൂരേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ പയ്യന്നൂരെത്തി. എന്നെ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബാഗ് എടുത്തു. അമ്മ ഇച്ചുവിനെയൊക്കെ എടുത്തിട്ട് ഇച്ചും ദാനുമൊക്കെ ഇങ്ങനെ നടന്നു വന്ന് നമ്മളെ അങ്ങ് ബസ് കയറ്റി. ഈ ബസ് കയറ്റി യാത്ര പറഞ്ഞ് പോകുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ദാനുവിനും നമ്മക്കും അമ്മക്കും എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. എന്താ പറയുക, ഒരു വല്ലാത്തൊരു വിഷമം. പിന്നെ കുഴപ്പമില്ല, അങ്ങോട്ട് യാത്രയായി ഗൈസ്. ബൈ.